ഹായ് എവരി വൺ, വെൽക്കം ടു മൈ നട്ടപ്പാതിര വീഡിയോ. ഇന്നത്തെ നട്ടപ്പാതിര വീഡിയോയിൽ ഞാൻ അരുണിമ റിലേറ്റഡ് ആയിട്ടൊരു എക്സ്ക്ലൂസീവ് സാധനം കൊണ്ടുവരാമെന്ന് വിചാരിച്ചതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ തൊപ്പി ഒരു വള്ളി കയറി പിടിച്ചതുകൊണ്ട് തൊപ്പിയുടെ വീഡിയോയ്ക്ക് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തൊപ്പി വീണ്ടും ഒരു പോലീസ് അറസ്റ്റ് പരിപാടികൾ കസ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യൂസും സാധനങ്ങളൊക്കെ കുറേ പേര് ഫോർവേഡ് ചെയ്ത് തന്നു. എൻ്റെ അറിവിൽ സീനൊന്നുമില്ല, അങ്ങനെ പോലീസ് കസ്റ്റഡി അറസ്റ്റ് പരിപാടികളൊന്നും നടന്നിട്ടില്ല. ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് റിലേറ്റഡ് ആയിട്ട് അകത്തൊന്നുമല്ല തൊപ്പി. ഓക്കെ, അത് ഞാൻ ആദ്യമേ പറയുകയാണ്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോക്ക് ചൂണ്ടി തൊപ്പി, അതാണ് വിഷയം. ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടി വ്ളോഗർ തൊപ്പി കസ്റ്റഡിയിൽ എന്നുള്ളൊരു ബ്രേക്കിംഗ് സാധനമാണ് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിപ്പോർട്ടറിലും ഏഷ്യാനെറ്റിലൊക്കെ വന്നിട്ടുള്ള ന്യൂസിൻ്റെ ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വടകര കൈനാട്ടി ദേശീയപാതയിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്, അത് നിഹാൽ സഞ്ചരിച്ചിരുന്ന കാറിനോട് അല്പം അടുത്തുപോയി എന്നുള്ളതാണ് പ്രശ്നത്തിന് തുടക്കം. ഈ ബസ് വടകര ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ ഘട്ടത്തിൽ അതിന് പിന്നാലെ തന്നെ ഈ തൊപ്പി എന്ന് പറയുന്ന വ്ളോഗറും കൂട്ടരും അവിടേക്ക് എത്തുന്നു. അവിടെ എത്തി ബസ് തൊഴിലാളികളുമായി തർക്കത്തിലിടപെടുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് കയ്യിലുണ്ടായിരുന്ന എയർ പിസ്റ്റൾ എടുത്ത ഈ തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ബസ് തൊഴിലാളികളൊക്കെ തന്നെ ഇദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയും ചെയ്തു. വടകര പോലീസ് സ്ഥലത്തെത്തി അവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ എയർ പിസ്റ്റൺ, അത് ലൈസൻസ് ആവശ്യമില്ലാത്ത പിസ്റ്റണാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ കോഴിക്കോട് വടകര സ്വകാര്യ ബസ്സിൽ ഉള്ള തൊഴിലാളികൾ തന്നെ പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് പോലീസ് പരാതി എടുത്തിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, അത് കേസാക്കി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്. ഏറെ നേരമായി തൊപ്പിയും കൂട്ടരും കസ്റ്റഡിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഗൗരവത്തിലാണ് ആ കാര്യം ചെയ്തതെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഒരു പക്ഷേ ബസ് സ്റ്റാൻഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടം ഉണ്ടാവുമല്ലോ, അതിനിടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിട്ട് വേണമെങ്കിലും കാണാൻ സാധിക്കും. പക്ഷേ പോലീസ് കൃത്യമായി തന്നെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് 2 പേർ കൂടി തൊപ്പിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും തന്നെ പോലീസിന് മറ്റ് സംഭവങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ എയർ പിസ്റ്റൺ ആകുമ്പോൾ ആദ്യം തന്നെ ആളുകൾ കാണുമ്പോൾ പേടിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇത് എയർ പിസ്റ്റൺ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പൊട്ടിച്ച് കളയാൻ പറ്റുന്ന സംഭവമാണോ എന്നൊക്കെയുള്ള സംശയം നാട്ടുകാർക്കും ഉണ്ടാകും. അത് കൃത്യമായി തന്നെ പോലീസ് പരിശോധിച്ചു. എയർ പിസ്റ്റൺ ആണെങ്കിൽ പോലും അത് ലൈസൻസോട് കൂടി കൈവശം വെക്കേണ്ടതല്ല എന്നുള്ളത് തന്നെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് പ്രാഥമികമായി ഒരു നടപടിയിലേക്ക് കടക്കാതിരിക്കുന്നത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, തന്നെ ഭീഷണിപ്പെടുത്തി എന്ന അർത്ഥത്തിൽ പരാതി ഉണ്ടെങ്കിൽ അത് കേസായി തന്നെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള നിലപാട് വടകര പോലീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5:30 ഈ സംഭവം. കണ്ണൂർ കല്യാശ്ശേരി സ്വദേശിയായ മുഹമ്മദ് നിഹാൽ, തൊപ്പി എന്ന പേരിലാണ് ഇയാൾ വ്ലോഗ് ചെയ്യാറുള്ളത്. ഇയാളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ബസ്സിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഉരസിയിരുന്നു. ഇതേ തുടർന്ന് ബസ് ജീവനക്കാരുമായി നിഹാലും കാറിലുണ്ടായിരുന്ന 2 സുഹൃത്തുക്കളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് ബസ്സിനെ പിന്തുടർന്ന് വടകര ബസ് സ്റ്റാൻഡിലെത്തിയാണ് ജീവനക്കാർക്ക് നേരെ വീണ്ടും വാക്കേറ്റം ഉണ്ടാവുകയും ഇതിനിടയിലാണ് നിഹാല് എയർ പിസ്റ്റൺ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് നേരെ ചൂണ്ടിയത്. ഇത് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റണാണ്. ഇത് ചൂണ്ടിയതോടുകൂടെ ബസ് ജീവനക്കാർ സംഘടിക്കുകയും നിഹാലിനെയും സംഘത്തെയും അവിടെ തടഞ്ഞു വെക്കുകയും ചെയ്തു. പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ബസ് ജീവനക്കാർ പരാതി നൽകിയാൽ മാത്രമേ ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള കേസ് തുടർ നടപടികൾ ഉണ്ടാവൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. നിലവിൽ ഇതുവരെയും ബസ് ജീവനക്കാർ കേസുമായി മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ കുട്ടികളുടെ റോക്കി ബൈ, കുട്ടികളുടെ മാർക്കോ, നമ്മുടെ തൊപ്പി ചാടി ഇറങ്ങി, തൊപ്പിയാണോ തോക്ക് കാണിച്ചത്, കൂട്ടത്തിലുള്ളവന്മാരാരെങ്കിലും ഇവരെ കേട് നിന്നെടുത്ത് പൊക്കി കാണിച്ചാണോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും എയർ പിസ്റ്റൾ ആയതുകൊണ്ട് വലിയ വള്ളികളിലേക്ക് പോകില്ല എന്ന് പ്രതീക്ഷ മാത്രം വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അത് കോംപ്രമൈസ് ആക്കിയതാണോ പറഞ്ഞു തീർത്തതാണോ എന്താ സ്കീം എന്നുള്ളത് അറിയില്ല. ബസ് തൊഴിലാളികളും ബസ്സുകാരും അവരോട് ചൊറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ വെറുതെ വിടില്ല. തല്ല് കിട്ടാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. കയ്യിലും ഈ എയർ പിസ്റ്റളല്ല, ഒറിജിനൽ തോക്കുണ്ടായിട്ടും കാര്യമില്ല. നാട്ടുകാരെ നെഞ്ഞത്തേക്ക് ഈ സാധനവും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്മാരെടുത്തിട്ട് പെരുമാറും. ഓക്കെ, പിന്നെ വണ്ടി തട്ടിയോ ബസ് ഒരഞ്ഞോ, പ്രൈവറ്റ് ആണെങ്കിലും ഇനിയിപ്പോൾ അല്ല ഗവൺമെൻറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും ബസ് റൂട്ടിൽ കൂടി പോകുന്നത് നമുക്ക് എത്രത്തോളം നമ്മളെ പേടിപ്പിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ തൊപ്പീൻ്റെ ഈ സ്കീമിലുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ വള്ളിപിടുത്തം ചില്ലറ വള്ളിപിടുത്തമൊന്നുമല്ല. അതാണ് മെയിൻ പരിപാടി. കാരണം ഇവൻ ഓൾറെഡി ലൈവിൽ വന്നിരുന്നിട്ട് ഈ തൊപ്പിക്കഥ ഒരു വട്ടം അഴിച്ചു വിട്ട കേസാണ്. ഓക്കെ, ഗണ്ണ് വേണ്ട, ആടാ ഗണ്ണ് ചിലപ്പോൾ കാണിച്ച, ആടാ നിൽക്ക് കാണിക്കല്ല,
ചിലപ്പം ബാന് അന്ന് ലാസ്റ്റ് നമുക്ക് എങ്ങനെ ബാൻ കിട്ടിയാറോ യൂട്യൂബിൽ? ഞാൻ പോലീസ് വേഷം ഇട്ടിട്ട് സ്ട്രീം ചെയ്തില്ലേ, അന്ന് ഞാൻ ഒരു കളിത്തോക്ക് കയ്യിൽ വെച്ചിട്ട്, അതായത് പൊട്ടാതെ കളിക്കുന്ന തോക്കാണ്, അത് കണ്ടാൽ തന്നെ അറിയാം കളിത്തോക്കാണ്. അങ്ങനത്തെ ഒരു തോക്ക് കയ്യിൽ വെച്ചപ്പോൾ തന്നെ യൂട്യൂബ് നമുക്ക് ബാൻ തന്നു. അപ്പോൾ ശരിക്കുള്ളതെന്ന് വെച്ചാൽ എന്തായാലും ഇത് ബാൻ കിട്ടും, ഉറപ്പാണ്. നിനക്ക് നീ അതിൻ്റെ ഇത് കാണിച്ചു കൊടുക്കും, കവറാ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പാ. കവറ അല്ലെ ഇവിടെ മുന്നിൽ ഗണ്ണുണ്ട് പറഞ്ഞ, അല്ലെങ്കിൽ ഗണ്ണ് ഇതിന് വെക്കണം അല്ലേ? എന്നാലും ഇവർക്ക് എനിക്കറിയില്ല ഇതെന്താ ചെയ്യേണ്ട. ഈ മതില് ചാട്ടക്കാരെയും കള്ളന്മാരെയും കൊള്ളക്കാരെയും എങ്ങനെ ഒഴിവാക്കുമെന്ന് എനിക്കറിയില്ല. ഇലക്ട്രിക് ഫെൻസിങ് എൻ്റെ വക്കീലൻ തന്നോട് പറഞ്ഞറിയോ, ഒരു മതിലിന്റെ മുകളിൽ ചുറ്റും ഒരു 12 വാട്ട്സിന്റെ ഇലക്ട്രിക് ഫെൻസ് കെട്ടിക്കോ, ആരെങ്കിലും ചത്തുപോലും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം കേസ് എന്ന് പറഞ്ഞ കാര്യം പറയല്ല. കാരണം നമുക്ക് അത്രയും സീനായിട്ട് അയാളെ ഞാൻ ഇടക്കിടക്കേ വിളിച്ചിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അയാൾ ഒരു വഴിയില്ലാണ്ട് എന്നോട് പറഞ്ഞത്, ഒരു ഗതിയില്ലാണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനുള്ള, അങ്ങനത്തെ അവസ്ഥയിലുള്ള. അപ്പൊ ഇനി മുതൽ ഞാൻ കാര്യം പറയാം, ഇനി മുതൽ അപ്പൊ എന്താണെങ്കിലും ഇവന്റെ വീട്ടിലേക്ക് മതില് ചാടി പോകുന്ന പയ്യന്മാരും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഉള്ള ശല്യം സഹിക്കാൻ വയ്യായിട്ടാണ് കയ്യിൽ എയർഗണ്ണ് മേടിച്ചെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് തോക്കിന്റെ കവറൊക്കെ ലൈവിലിരുന്ന് പൊക്കി പിടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു, ലൈവിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഈ തോക്ക് കഥയൊക്കെ പറയുന്നുണ്ട്. ബല കഴിഞ്ഞതിന് ശേഷം തൊപ്പിയുടെ തോക്കാണോ ഇനി എന്നുള്ളത് നമുക്ക് കണ്ടറിയണം കോശി. കാരണം ഇപ്പം കേസില്ല എന്നാണ് പറഞ്ഞത്. നാളെ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ബസ്സുകാർക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അവർ കേസായിട്ട് വന്നു കഴിഞ്ഞാൽ പണിപാളും. ഓക്കെ, ഇനിയിപ്പോൾ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ എയർ പിസ്റ്റൽ ആണെങ്കിൽ പോലും ഒരാൾക്ക് നേരെ തോക്ക് ചൂണ്ടുക അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് നേരെ തോക്ക് ചൂണ്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കീമാണ്. തോക്ക് ചൂണ്ടേന്നല്ല, തോക്ക് എടുത്തിട്ട് അവിടെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ തന്നെ അത് വിഷയമാണ്. ഫൈൻ. അപ്പോൾ ഇജാതി മണ്ടത്തരങ്ങളും ഇമാതിരി വേട്ടാവളിത്തരങ്ങളും കാണിച്ച് ഇതിന്ന് എന്ത് മാസം കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പറഞ്ഞു കൊടുക്കാനും ആളും ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ഒരു വള്ളിയിൽ നിന്ന് അടുത്ത വള്ളിയിലേക്ക് ഇവൻ ആരുടെ ടാർസണാണ് ഒരു വള്ളിയിൽ നിന്ന് അടുത്ത വള്ളിക്ക് ചാടിപ്പിടിച്ചു. എനിക്ക് ഒട്ടും അത് കണക്റ്റ് ആവുന്നില്ല ഇവൻ്റെ കേസിലിപ്പോൾ. ഓക്കെ, മര്യാദയ്ക്ക് പോവാം. കാരണം കുറേയധികം പ്രശ്നങ്ങളും ഈ പറഞ്ഞ പോലെ കുറേയധികം സ്കെച്ചുകളും ഇവനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് കുറച്ചും കൂടിയും എന്താ പറയുക, സട്ടിലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുക, അത്ര പ്രൊവോക്ഡ് ആവാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ കയ്യിലും വണ്ടിയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ഇത് ക്യാരി ചെയ്തിട്ടാണ്. കാരണം എയർ പിസ്റ്റലാണ്. കാരണം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ സെൽഫ് ഡിഫെൻസിന്, ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ അവൻ അതാവും പറയാനുള്ളത് ലൈവിൽ, അവൻ്റെ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിരുന്നു, അവനെ ആരെങ്കിലും തല്ലാനോ കൊല്ലാനോ നോക്കിയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമോ, ഇനി അതിൻ്റെ തെളിവുകളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിലിപ്പോൾ ന്യൂസിൽ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ബസ് ഇങ്ങനെ പറയാൻ വന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു, അപ്പോഴത്തേക്ക് സ്റ്റാൻഡിലേക്ക് ബസ്സിൻ്റെ പിന്നാലെ പോയി, സ്റ്റാൻഡിൽ അത്രയും ആൾക്കൂട്ടമുള്ള സമയത്ത് ഇനിയിപ്പോൾ ബസ്സുകാരെന്താണ് ഇവനെതിരെ കേസ് കൊടുക്കാത്ത, അല്ലെങ്കിൽ കേസ് ഇല്ല എന്ന് പറഞ്ഞ് മാറാനുള്ളൊരു കാരണം ഉണ്ടാവില്ല. ചിലപ്പോൾ ബസ്സുകാരെ ഭാഗത്തും നല്ല തെറ്റ് കാണും. ഇപ്പോൾ കേസോ കൂട്ടത്തിലോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ കയ്യിൽ തെളിവോ കാര്യങ്ങളോ ഡാഷ് ക്യാമോ പരിപാടികളോ ഇനി വീഡിയോ എടുത്ത് വെച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ അത് പണിയാവുക എന്നുള്ളത് പേടിച്ചിട്ടാണോ ഇനി ബസ്സുകാർ വരാത്തതെന്നും അറിയില്ല. ബട്ട് അവിടെയും സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു തോക്കെടുത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് സ്റ്റാൻഡിലാണ്. തൊപ്പിയാണെങ്കിലും ഇനി ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആരാണെന്നുണ്ടെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ ക്യാമറ മാത്രമല്ല, നമ്മൾ ബാക്കിയുള്ളവരുടെ നേരെ ചൂണ്ടുന്ന ക്യാമറ മാത്രമല്ല, നമ്മളിലേക്ക് ഒരുപാട് ക്യാമറകൾ ചൂണ്ടപ്പെടും. ആ ക്യാമറകളിൽ എവിടെയെങ്കിലും ഇപ്പോൾ ഈ തോക്ക് ചൂണ്ടുന്നോ തോക്കിൻ്റെ സാധനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡബിൾ വള്ളിയാണ്. അതിനിപ്പോൾ ബസ്സുകാരൻ്റെ കേസ് കൊടുക്കണമെന്നൊന്നുമില്ല, പോലീസിനാണ് ചിലപ്പോൾ സ്വയമേവ കേസ് എടുത്താലും പണി പാളും. അങ്ങനത്തെ സിറ്റുവേഷൻസും ഉണ്ട്. സോ ഇങ്ങനത്തെ വള്ളികളിൽ പോയി ചാടാതിരിക്കുക എന്നുള്ളൊരൊറ്റ കാര്യം മാത്രമേ ഇവനോട് പറയാനുള്ളൂ. ഓക്കെ, അപ്പം എന്താ ഞാൻ ഇവിടെ വന്ന് പറയണതെന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ. ഞാൻ വിളിച്ചിട്ടുമില്ല, അവനോട് സംസാരിച്ചിട്ടില്ല. കാരണം ഇങ്ങനത്തെ കേസിൽ, ഈ തോക്ക് കേസിലൊന്നും ഒരു കാരണവശാലും പോയിട്ട് നമുക്ക് ഇടപെടാനോ പറയാനോ പറ്റില്ല. കാരണം ഇറ്റ്സ് ടു ഇമ്മച്യൂർ എന്നേ പറയാനുള്ളൂ. ഓക്കെ, കയ്യിൽ വെക്കാം പ്രൊട്ടക്ഷന് വേണ്ടി സാധനങ്ങളത് നമുക്ക് എപ്പോഴാണോ നമ്മൾ ത്രെട്ടനായിട്ട് ഫീൽ ചെയ്യുന്നത്, അപ്പോൾ എല്ലാം ലൈക്ക് എന്താ പറയുക, നമ്മൾ അത്രയും വോളറബിൾ ആയ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം ഇത് അത്രത്തോളം ഒരു ഡെസ്പറേറ്റ് സിറ്റുവേഷനോ വന്നോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ. എനിക്ക് തോന്നുന്നവരെ വരാൻ ഒരു സാധ്യതയും തോന്നുന്നില്ല. കാരണം ഈ പച്ച വെളിച്ചത്തിൽ എന്ത് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനെന്നുള്ളൊരു തോന്നലും ഉണ്ട്. പിന്നെ ഈ വണ്ടി ഇടിച്ചതും അരഞ്ഞതും ആയിട്ടുള്ള പരിപാടികൾ, ഈ പരിപാടികളിൽ ഇന്ന് രാവിലെ മുതലേ ഈ സിറ്റുവേഷൻസ് ഉണ്ട്. ഈ വണ്ടി ഇടിച്ചതും അരഞ്ഞതും ആയിട്ടുള്ള കേസുകൾ ഇവൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്.
മത്സരിച്ച ചേട്ടാ ചങ്ങായി ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഓടിച്ച മത്സരിച്ച ബായ് കൂട്ടാ കൊറേ വർത്താനാക്കല്ല ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഇൻഡിക്കേറ്റർ ഇടാണ്ട് കേറിയോ ഇവിടെ ക്യാമറയും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ മത്സരം ഏത് മത്സരം മത്സരം നിങ്ങൾ കണ്ട മത്സരം ആരെ പ്രശ്നം ആരെ നിങ്ങൾ എന്താണ് പറയുന്നത്? നമ്മൾ കാണുന്നുണ്ട്. എന്താ കണ്ടത് നിങ്ങൾ നിങ്ങൾ സ്ലോ ചെയ്തില്ല. നിങ്ങൾ രണ്ടുപേരും ചേട്ടാ നമ്മൾ നമ്മൾ എന്തിനാന്നല്ല ചോദ്യം. ചേട്ടാ ഇൻഡിക്കേറ്റർ എന്തിനാ? അല്ല ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾ ഓട്ടോ ഓടിക്കുന്നല്ലേ ഇവർക്ക് ആ ശീലം ഉണ്ടാവില്ല. ഇവർക്ക് ആ ശീലം ഉണ്ടാവില്ല. ഒരു പറഞ്ഞില്ല ഇൻഡിക്കേറ്ററിന്റെ ശീലം ഒന്നും ഇവർക്ക് ഉണ്ടാവില്ല. ചങ്ങായി ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഓപ്പോസിറ്റ് വന്നവന് ഇൻഡിക്കേറ്റർ ഇല്ലാണ്ട് കയറ്റി അടിച്ച് ഇറങ്ങി വണ്ടി ഞാനാ ഓടിച്ചത്. പക്ഷെ മിസ്റ്റേക്ക് അവൻ്റെ ഭാഗത്തോ അവൻ്റെ വണ്ടിയും പോയി എൻ്റെ വണ്ടിയും പോയി വണ്ടി വെച്ച് ഒരേ ദിവസം തന്നെ 2 ഇൻസിഡന്റ്. ഇത് പറയുന്നത് പോൻ്റെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എന്നാണ് അവൻ പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാർ ഇൻഡിക്കേറ്റർ ഇടാതെ കയറി വന്നു, ഇവർ ഇൻഡിക്കേറ്റർ ഇട്ട് കറക്റ്റ് എടുത്തു, അവൻ തന്നെ വണ്ടി ഓടിച്ചെന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ കുറേ ഓട്ടോ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഓട്ടോ ചേട്ടന്മാരോട് പിന്നെ ലാസ്റ്റ് ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആ വയസ്സായ കാക്ക ചെറിയ തോണ്ടി പോകുന്നുണ്ട്, കയ്യിനെ പോകണതൊക്കെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എടുത്തിട്ടിട്ട് ഇവർ മാസാക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം എടുത്തിട്ട് ഇറങ്ങും, ഈ തോക്കിൻ്റെ ഈ സീനൊക്കെ എടുത്തിട്ടിട്ട്. ദയവ് ചെയ്തിട്ട് പിള്ളേരോടാണ് പറയാനുള്ളത്, ഇവനെ പിടിച്ചിട്ട് നിങ്ങൾ ഈ കുട്ടികളുടെ മാർക്കോ റോക്കി ബായ് ആക്കുന്ന സ്കീമിൽ നിങ്ങൾ വള്ളി മേടിച്ച് കൊടുക്കരുത്. കാരണം അങ്ങനെ നിങ്ങൾ മാസാക്കി തുടങ്ങിയിട്ടാണ് ഇവൻ ഈ പറഞ്ഞ എന്താ പറയുക 2 മാസം ആവാലോ എന്നുള്ള നിലയ്ക്ക് തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ട ഒരു അവസ്ഥയ്ക്ക് പോകണത്. ഓക്കെ, അത് ഓനും മനസ്സിലാവണില്ല, നിങ്ങൾക്കും മനസ്സിലാവാത്തൊരു സിറ്റുവേഷനാണ്. ഈ വണ്ടി അധികാലം മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? കാരണം ഒരു വള്ളിയിൽ നിന്ന് മറ്റേ വള്ളിക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് സട്ടിലായി സോട്ടായി ഇപ്പോഴാണ് രണ്ടാമത് കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങി ഒന്ന് ഓക്കെ ആയിട്ട് പോകുന്നത്. ഒപ്പമുള്ളവരാണെങ്കിലും അവരും ചാനൽ തുടങ്ങിയിട്ട് കുറച്ചൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം ആ സിറ്റുവേഷനിൽ നമ്മളൊന്ന് കെയർഫുൾ ആവുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ, ഇതല്ല. ഇത് ഇപ്പോൾ ഓക്കെ വണ്ടിയാണ്, തട്ടുമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ഈ ഒരു ഫസ്റ്റ് കാർ ആക്സിഡൻ്റ് ആയ സമയത്ത് ചിലപ്പോൾ അവരുടെ ഭാഗത്തും ആയിരിക്കില്ല തെറ്റ്, അപ്പുറത്ത് വന്ന ആളുടെ ഭാഗത്തായിരിക്കും. ഓക്കെ, അത് പറഞ്ഞ് ക്ലിയർ ചെയ്ത് കാണും. ഇതാ നടക്കണു, ഓൾറെഡി ഇടിച്ച വണ്ടിയും കൊണ്ടാണ് പോണത്, ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ നടക്കണു അടുത്തത് ബസ്സുകാരായിട്ടുള്ള ചൊറയും പോട്ടെ, ചൊറ ആർക്കും വേണ്ട. കാരണം അവർ നെഞ്ഞത്തേക്ക് വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തന്നെ പേടിച്ചിട്ട് തെറിവിളിയും കച്ചറയാവും. കയ്യിലിരിക്കുന്ന ഈ സാമാനം പിടിച്ചെടുത്തിട്ട് ഇറങ്ങിപ്പോണ അന്തം കെട്ട പരിപാടിയൊക്കെ ഇപ്പം എന്നാണ് നന്നാവുക എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, എനിക്ക് ആകെ പറയാനുള്ളത് ഇതൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പറയാനുള്ളൂ. ഓക്കെ, ഇതല്ല മാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അതിന് തന്നെയാണ് ഈ സാധനം. ഇപ്പോൾ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നൊരു പരിപാടി തന്നെയാണ്. ആർമണി ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുത്തിട്ട് വെടിക്കുന്നു അല്ലെങ്കിൽ പെല്ലറ്റിട്ട് വയ്ക്കുന്ന സാധനങ്ങളും കിട്ടും. കണ്ട ഒറിജിനൽ ലുക്കും ഫീലും ഉണ്ടാവും, എല്ലാം ഫൈനാണ്. പക്ഷെ അതും ഡെഡ്ലി ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. മനസ്സിലായോ? അതും ഡെഡ്ലി ആണ്. ചുമ്മാ എടുത്തിട്ടുണ്ട് അങ്ങോട്ട് ഡെഡ്ലി ആണ്. ഡെഡ്ലി എന്ന് പറയുമ്പോൾ ആ സാധനം കറക്റ്റ് നമ്മുടെ സ്വയം അത്രയും കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻ നമ്മൾ തീരും അല്ലെങ്കിൽ നമ്മളാരെങ്കിലും തീർക്കുന്നുള്ള സിറ്റുവേഷനിൽ മാത്രം നോക്കിയാൽ പോരെ. ഈ വണ്ടീൻ്റെയും പിടിച്ചതിൻ്റെയും തട്ടേൻ്റെയും അരച്ചതിൻ്റെയും ഒക്കെ കേസിന് അതിന് പോയിട്ട് ഈ പരിപാടിയും കാണിച്ച് ഇപ്പോൾ ലോഡല്ല, അതിന് CO2 ഇല്ല, അതൊക്കെ പോട്ടെ. വെറുതെ ആ സാധനം എടുത്ത് പുറത്ത് ഒരാളുടെ നേരെ ചുണ്ടുമ്പോൾ അയാൾ പേടിച്ചിട്ട് ചിലപ്പോൾ അറ്റാക്ക് മുന്നേ താഴെ ചാടിയാൽ എന്ത് ചെയ്യും? ഭൂലോകം മണ്ടത്തരം കാണിച്ച് എന്തുവാട് ഇത്? കുറച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. അല്ലാതെ ഇമാതിരി പരിപാടികൾ ഇനി ആദ്യം ആ ഗ്രോയിങ് സ്റ്റേജിലൊക്കെ പിന്നെ ഓക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ അറിയാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനുമാണ്. കുറേയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ കുറേ ഇൻസിഡൻസിലൂടെയൊക്കെ പോയി അത്യാവശ്യം പോലീസും കേസും കോടതിയൊക്കെ ആയിട്ടും ഒക്കെ അറിയാൻ കാര്യങ്ങൾ. എന്നിട്ടും ഇങ്ങനത്തെ വള്ളികൾ കയറി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നൊന്നും പറയാനില്ല. ഓക്കെ, ഒപ്പമുള്ളവരാണെങ്കിലും ശ്രദ്ധിക്കുക. അവർക്കും ഭാവിയുണ്ട്, ഇവനും ഭാവിയുണ്ട്. എന്ത് പറയാൻ. എന്താണെങ്കിലും
കസ്റ്റഡി അറസ്റ്റ് ഭൂലോക സീനുകളൊന്നും ഇതുവരെ ഇല്ല. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് എങ്ങനെ തിരിയും എന്നുള്ളതും പറയാൻ പറ്റില്ല. ഫൈൻ, എല്ലാം ഒത്തുതീർപ്പാക്കി സീനൊക്കെ മാറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും നമ്മൾ നിൽക്കും, നമ്മളെ ക്യാമറ മാത്രം വർക്ക് ചെയ്യണമെന്നുള്ള ചിന്തയാവും നമുക്കല്ല. ഇപ്പോൾ ഞാൻ സൈഡിലൊരു വീഡിയോ വയ്ക്കുക, ഇവരെ വണ്ടി അടിച്ച സമയത്ത് ഇവനെടുത്ത വീഡിയോ അല്ലാതെ അപ്പുറത്തുള്ളൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അതേപോലെ ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വരുമോ, അല്ലെങ്കിൽ എന്താ സംഭവം, ഏത് രീതിയിൽ ഇത് പോകുന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. ഒന്നും അല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പാഠം പഠിക്കുക, മര്യാദയ്ക്ക് ഇനിയൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമെങ്കിലും നടത്തുക അറ്റ്ലീസ്റ്റ്. ഓക്കെ, അല്ലാതെ ഒന്നും പറയാനില്ല ഇതിനകത്ത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള സംഗതികൾ നാളെ വരുമ്പോൾ ഇനി കാണാം.